അപ്പോൾ നല്ല ചൂടത്ത് കുറച്ച് ഐസ്ക്രീം കിട്ടി അടിപൊളിയായിരിക്കത്തില്ലേ? അത് അൺലിമിറ്റഡ് ആയാലോ? അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഐസ്ക്രീം ചെയ്തെടുക്കാം. അതിനായിട്ട് ദാ ഇതുപോലെ ഒരു 1/2 ലിറ്റർ പാലെടുത്ത് ഒന്ന് ചൂടായി ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഒരു ബൗളിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ എടുത്ത ശേഷം കുറച്ച് മിൽക്കിൽ കട്ടയൊന്നും കെട്ടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമുക്ക് ഒന്നോ രണ്ടോ ബാച്ചായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തില്ലെങ്കിൽ അടിപൊളി പണി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഷുഗറും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും ആവശ്യത്തിന് വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വെച്ച ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത ശേഷം നല്ല സോഫ്റ്റ് പീക്കായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആദ്യം ചെയ്ത മിൽക്ക് മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഹാൻഡ് മിക്സർ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവർ ബീറ്റ് ആവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി ഒരു 8 മണിക്കൂർ അടിപൊളിയായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ക്ഷമ നശിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തത് ഇതുപോലെ ഒന്ന് കഴിച്ചു വെക്കുക. അടിപൊളിയായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ.